ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോസ് അക്കാദമി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൻ്റെ SCRT ഏഴാം ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്ന സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ടോസ് അക്കാദമിയിലെ LP UPയുടെ കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഫ്രീ ആയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ്, നിങ്ങളെ സൗജന്യമായുള്ള പഠനത്തിനായിട്ട് ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പും ക്വിസുകളും ഒക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഹഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു നിർമ്മിതിയാണ്. ഇത് ഏകദേശം AD 537 ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണ്. ഇപ്പൊ ഇത് ഇസ്താൻബുൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇസ്താൻബുൾ എവിടെയാണ്? ടർക്കിയിലാണ് കേട്ടോ, ടർക്കിയിലാണ്. അപ്പൊ ഇസ്താൻബുളിന്റെ പഴയ പേര് എന്തായിരുന്നു? ഇസ്താൻബുളിന്റെ പഴയ പേരായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു നമ്മുടെ മധ്യകാല ലോകത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഇസ്താൻബുൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഹഗിയ സോഫിയ ടർക്കിയിലാണ്, ഇസ്താൻബുളിലാണ് ഇതിന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കിക്കൊള്ളുക. യൂറോപ്പ്, അതുപോലെ കരിങ്കടലിനും മെഡിറ്ററേനിയൻ കടലിനും ഒക്കെ ഇടയ്ക്ക്, ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു മുനമ്പിൽ വരുന്ന ഒരു ഭാഗമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. വളരെ പ്രാധാന്യം അറിയിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇപ്പോൾ ഇസ്താൻബുൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ഇപ്പോൾ ഇസ്താംബുൾ എന്നറിയപ്പെടുന്നു. ലോക ചരിത്രത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. 1453 തുർക്കുകാർ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യവും തകർന്നു. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ വലിയൊരു ഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത്. അപ്പം ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വളരെയധികം എന്താ പറയുക, പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ടായിരുന്ന, അവരൊക്കെ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ തുർക്കുകളുടെ ഒരു അധിനിവേശം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇറ്റലിയിലേക്കൊക്കെ പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് നവോത്ഥാനം എന്ന് പറയുന്ന, റെനേസൻസ് എന്ന് പറയുന്ന മനുഷ്യന്റെ എന്താ പറയുക, കൂടുതൽ യുക്തിചിന്തകളും മാനുഷികമായിട്ടുള്ള മാനവികതയുടെ ചിന്തകളും ഒക്കെ കൂടുതലായിട്ട് ഉയർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖന്മാരായിരുന്നു പെട്രാർക്ക്. ഇദ്ദേഹത്തിനെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. പെട്രാർക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണ് സീക്രട്ടം എന്ന് പറയുന്നത് പെട്രാർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഇതൊക്കെ PSCക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ലോക നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക്, അതുപോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് സീക്രട്ടം. ഓക്കെ, അതുപോലെ ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാം ഓരോ അക്കാലത്തെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും അവരുടെ ഓരോ കൃതികളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുമുണ്ട്. ഓർത്തിരിക്കുക, ദാന്തെ എന്ന് പറയുന്ന വ്യക്തിയുടെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഡിവൈൻ കോമഡി. ഇനി ബൊക്കാച്ചിയോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഡെക്കാമറോൺ കഥകൾ. ഇപ്പൊ നമ്മൾ 6ാം ക്ലാസ്സിലെ ബുക്കിലൊക്കെ ഡെക്കാമറോൺ കഥകളുടെ കാര്യം പറയുന്നുണ്ട്. എന്തിന്റെ കേസിലാണ്? പ്ലേഗ് രോഗത്തെക്കുറിച്ച് അദ്ദേഹം ഡെക്കാമറോൺ കഥകൾ എന്ന ബൊക്കാച്ചിയോയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഡെക്കാമറോൺ കഥകൾ ബൊക്കാച്ചിയോയുടേതാണ്. അതുപോലെ സെർവാന്തെ എന്ന് പറയുന്ന ആ ഒരു സാഹിത്യകാരന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഡോൺ കിക്സോട്ട്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ഡോൺ കിക്സോട്ട്. അതുപോലെ ഇൻ പ്രൈസ് ഓഫ് ഫോളി, ഇറാസ്മസ് എന്ന് പറയുന്ന സാഹിത്യകാരന്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അങ്ങനെ കുറെ കൃതികളുണ്ട്. ഈ പറഞ്ഞ കൃതികളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തു പോവുക. അപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. ഈ ചിത്രത്തിന്റെ പേരെന്താണ്? മൊണാലിസയ്ക്ക് ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ചിരി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ആ മൊണാലിസയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് ശരിക്കും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് നോക്കുമ്പോൾ ചിരിയായിരിക്കും, ചില സമയത്ത് നോക്കുമ്പോൾ വേറെ ഒരു ആകുലത, അങ്ങനെ പല പല ഭാവങ്ങളുള്ള ഒരു മുഖമാണ് മൊണാലിസയ്ക്ക് ഉള്ളത് അല്ലെ. അപ്പോൾ നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മൊണാലിസ എന്ന് പറയുന്നത്. മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിച്ചു. ലിയനാർഡോ ഡാവിഞ്ചി എന്ന പ്രസിദ്ധനായ നവോത്ഥാന ചിത്രകാരൻ
AD 1503-നും 1505-നും ഇടയിലാണ് ഈ ചിത്രം വരച്ചത്. ഈ ചിത്രം പാരീസിലെ ഒരു മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, മൊണാലിസ. മൊണാലിസ ആരാണ് വരച്ചത്? ഡാവിഞ്ചി ആണ് അല്ലേ മൊണാലിസ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവസാനത്തെ അത്താഴം, ലാസ്റ്റ് സപ്പർ. ലാസ്റ്റ് സപ്പർ ആരുടെ കൃതിയാണ്? ആരുടെ ചിത്രമാണ്? ലിയനാർഡോ ഡാവിഞ്ചിയുടേതാണ്. ഇനി അന്ത്യവിധി മൈക്കൽ ആഞ്ചലോയുടെ ഒരു ചിത്രമാണ്, പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ്. ഇനി ഏതൻസിലെ വിദ്യാലയം, റാഫേൽ എന്ന് പറയുന്ന ചിത്രകാരന്റെ ഒരു ചിത്രമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആരുടെയാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അവസാനത്തെ അത്താഴം ലിയനാർഡോ ഡാവിഞ്ചി, അന്ത്യവിധി മൈക്കൽ ആഞ്ചലോ, ഏതൻസിലെ വിദ്യാലയം റാഫേൽ. ഓക്കെ, ഇനി മറ്റ് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശില്പങ്ങൾ, ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യകൾ, അത്തരം കാര്യങ്ങളെ കുറിച്ച് വരികയാണെങ്കിൽ ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ, ഇതിന്റെ ആ ഒരു ശില്പിയായിട്ട് നമ്മൾ പറയുന്നത് ലോറൻസോ ഗിബർട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ ഗാട്ടമലീത്ത എന്ന് പറയുന്ന ഈ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു യോദ്ധാവിന്റെ പ്രതിമ, ഇത് ഡൊണാറ്റലോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഗോട്ടമലീത്ത, ഡൊണാറ്റലോ, ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ ലോറൻസോ ഗിബർട്ടി. അപ്പം ഇത് ആ ഒരു കാലഘട്ടത്തെ ശില്പകലയുടെ വളരെ മാർവലായിട്ട് കാണപ്പെടുന്ന ശില്പങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ശില്പികൾ ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ലോറൻസോ ഗിബർട്ടി, ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ, ഡൊണാറ്റലോ, ഗട്ടമെലീത്ത. ഓക്കെ, ഇനി 1439 നമ്മൾ അച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. അച്ചടി വിദ്യ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ചൈനക്കാരാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും അതിനെ കൃത്യമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക്, ഉപയോഗപ്രദമായിട്ടുള്ള ആ രീതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് നമ്മുടെ ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കാണ്. 1439 ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത്. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചത്. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തുറന്നു. നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആശയവിനിമയത്തിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി. ഗുട്ടൻബർഗിന്റെ അച്ചടി സാങ്കേതിക വിദ്യ ലോകത്തിൽ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. വിജ്ഞാനത്തിന്റെ വ്യാപനത്തിന് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത്. ഓക്കെ, അപ്പൊ നമ്മൾ അച്ചടിയുടെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ വളർന്ന ഇന്റർനെറ്റിന്റെയും അല്ലെ ഒരു ക്ലിക്കിന്റെ പുറത്ത് നമുക്കെല്ലാം കാര്യങ്ങളും കിട്ടുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അച്ചടി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്റർനെറ്റ് ആ ഒരു രീതിയിലേക്കുള്ള അതുപോലെ ഒരു വലിയൊരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു അച്ചടി വിദ്യ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ജർമ്മനിയിലെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓർത്തിരിക്കുക, ജർമ്മനിയിലെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. ഇനി വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ വ്യവസായ വിപ്ലവം എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കുറെ അധികം കണ്ടുപിടുത്തങ്ങൾ, മിഷനറികളൊക്കെ ഒത്തിരി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രധാനപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ എന്ന് പറയുന്ന വ്യക്തി കണ്ടുപിടിച്ചു. അതുപോലെ സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, ആവിയന്ത്രം ജെയിംസ് വാട്ട്, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. അപ്പോൾ ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാണെന്ന് ഓർത്തിരിക്കുക. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ, സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, ആവിയന്ത്രം ജെയിംസ് വാട്ട്, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നത്. യൂറോപ്പിന്റെ പരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. അപ്പൊ എന്താണ് ഇത് പറയുന്നത്? യൂറോപ്യന്മാരുടെ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടമായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് അവർ പല രാജ്യങ്ങളിലേക്കും വരികയും അവിടെ ആദ്യം കച്ചവടം തുടങ്ങി പിന്നീട് അധികാരത്തിലേക്ക് കയറുന്ന ഒരു പ്രവണതയും ഉണ്ടായി. അപ്പൊ ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 1498 മെയ് മാസത്തിലാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ എത്തുന്നത്. കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് കടൽ തീരത്താണ് അവര് നങ്കൂരമിട്ടത്. അപ്പോൾ കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് കടൽ തീരത്താണ് പോർച്ചുഗീസുകാർ വന്നിറങ്ങിയത് 1498. എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും അല്ലെ. ഇനി കോഴിക്കോട് സാമൂതിരി വാസ്കോഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ അവർ കണ്ണൂരിലേക്ക് പിന്നീട് മാറേണ്ടതായിട്ട് വന്നു. എങ്കിലും ഇവരുടെ പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ആ ഒരു വാണിജ്യ മേഖല അല്ലെങ്കിൽ വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഗോവയും അതുപോലെ ദാമന്തിയും ഒക്കെ ആയിരുന്നു. ദാമന്തി എന്ന് പറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ്. ഗോവ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഒരു സംസ്ഥാനമാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇനി അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും അതുപോലെ
കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. അപ്പൊ ഈ കാര്യം മറക്കരുത്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട, ഇത് രണ്ടും പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലേക്ക് വന്ന അല്ല കേരളത്തിൽ വന്ന ആദ്യത്തെ വിദേശ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ കഴിഞ്ഞ് ഡച്ചുകാർ വന്നു, അത് കഴിഞ്ഞ് ഇംഗ്ലീഷുകാർ വന്നു, അത് കഴിഞ്ഞ് ഫ്രഞ്ചുകാർ വന്നു. ആ ഒരു ഓർഡറിലാണ് അവരുടെ ഒരു വരവ് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അതുപോലെ അവർ കൊണ്ടുവന്ന ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. ചവിട്ട് നാടകം അവർ കൊണ്ടുവന്ന ഒരു പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. അതുപോലെ സെന്റ് ആഞ്ചലോസ് കോട്ട, തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ട, ഇതൊക്കെ ആരുടെ കാലത്ത് നിർമ്മിച്ചതാണ്? പോർച്ചുഗീസുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡച്ചുകാരിലേക്ക് വരികയാണ്. അപ്പൊ ഇവർ വന്നേക്കുന്ന ഓർഡർ പഠിച്ചു വെക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി കേട്ടോ. PDF എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, രണ്ടാമത് വന്നത് ഡച്ചുകാർ, മൂന്നാമത് വന്നത് ഇംഗ്ലീഷുകാർ, നാലാമത് വന്നത് ഫ്രഞ്ചുകാർ. അപ്പൊ ആ രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓർഡർ കിട്ടും. PDF അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ആരുടെ? ഡച്ചുകാരുടെ. ഡച്ചുകാർ എന്ന് പറയുമ്പോൾ ആരാ നമുക്കറിയാവോ? ഇപ്പോഴത്തെ നെതർലാൻഡ്സുകാർ അല്ലെ, അല്ലെങ്കിൽ ഹോളണ്ടുകാർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകളാണ് ഡച്ചുകാർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന് പറയുന്ന ആ ഒരു കൃതിയാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമായിരുന്നു ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന പുസ്തകം. അപ്പോൾ ഇതിന്റെ തയ്യാറാക്കലിന് മുൻകൈ എടുത്തത് വാൻഡ്രീഡ് എന്ന് പറയുന്ന ഡച്ചുകാരനാണ്. ഇട്ടിയച്യുതൻ എന്ന വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കുന്നത്. അപ്പോൾ ഡച്ചുകാരെ മറ്റൊരു പേരിലും കൂടെ നമ്മൾ വിളിക്കുമായിരുന്നു. ആ പേരാണ് ലന്തക്കാർ. ലന്തക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഡച്ചുകാരാണ്. അപ്പം പോർച്ചുഗീസുകാരെ എന്താ വിളിക്കുന്നത് നമുക്കറിയാം അല്ലെ, പറങ്കികൾ എന്ന് നമ്മൾ വിളിക്കുന്നത് പോർച്ചുഗീസുകാരെയാണ്. എന്നാൽ ലന്തക്കാരെന്ന് വിളിക്കുന്നതോ ഡച്ചുകാരെയാണ്. അപ്പോൾ ഈ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് 1741 നടന്ന കുളച്ചൽ യുദ്ധം. അപ്പോൾ ഈ കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഡച്ചുകാർ പരാജയപ്പെടുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കുളച്ചൽ യുദ്ധത്തിന്റെ വർഷമൊക്കെ ഓർത്തിരിക്കുക. 1741 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കോസ് ആണ് ഡച്ചുകാരുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇംഗ്ലീഷുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നു. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷുകാരെ കുറിച്ച് ഇനി ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുമ്പോൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇത്രയും ഓർത്തിരിക്കുക. അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ ആദ്യമായിട്ട് സ്ഥാപിതമാകുന്നത്. ഓക്കെ, ഇനി ഫ്രഞ്ചുകാരിലേക്ക് വരികയാണെങ്കിൽ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമാകുന്നത്. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ ഇതായിരുന്നു ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, മാഹിയാനം, കാരക്കൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെടുന്ന കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അപ്പോൾ ഈ കർണാട്ടിക് പ്രദേശങ്ങളിൽ നടന്നതായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ഒരു കാലഘട്ടമാണ് കാണുവാനായിട്ട് പോകുന്നത്. അപ്പം അവിടെ ആദ്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധം, അതുപോലെ അതിനുശേഷം പിന്നീട് ഒരു ബക്സർ യുദ്ധം. ഈ രണ്ട് യുദ്ധങ്ങളാണ് ശരിക്കും. ഈ രണ്ട് യുദ്ധങ്ങൾക്ക് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രധാനമായിട്ടും അവരുടെ ഒരു ആധിപത്യം ഊട്ടിയുറപ്പിക്കുന്നത്. 1757 പ്ലാസി യുദ്ധമെങ്കിൽ 1764 നമ്മുടെ ബക്സർ യുദ്ധം നടക്കുന്നത്. അപ്പൊ ഈ യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ സിറാജുദ്ദൗലയുടെ സൈന്യാധിപനായിരുന്ന മീർ ജാഫറും ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് തമ്മിലുണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാര് വിജയിക്കുന്നത്. അപ്പോൾ ഈ സിറാജുദ്ദൗലയും അതുപോലെ റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടക്കുന്നത് കേട്ടോ. സിറാജ് ഉദ്ദൗലയും പിന്നെ ആരാണ്? റോബർട്ട് ക്ലൈവും തമ്മിലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഈ പ്ലാസി യുദ്ധം ശരിക്കും പറഞ്ഞാൽ റോബർട്ട് ക്ലൈവ് ജയിക്കാനുള്ള കാരണം ഈ സിറാജുദ്ദൗലയുടെ സൈന്യാധിപനായിരുന്ന മീർ ജാഫറുമായിട്ട് ഒരു രഹസ്യമായിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഒരു ചതിയിലൂടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്ലാസി യുദ്ധത്തിലെ ബ്രിട്ടീഷുകാരുടെ വിജയം എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാർ രണ്ടാമത് ഒരു ബക്സാർ യുദ്ധത്തിൽ നേരിട്ട് തന്നെ അല്ലാതെ തന്നെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ
ആയി. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സിറാജുദ്ദൗള എന്ന് പറയുമ്പോൾ ബംഗാൾ ആ ഒരു ഭാഗത്തെ ഭരണാധികാരിയായിരുന്നു. അപ്പോൾ ബംഗാൾ പിടിച്ചടക്കിയത് ഈ പ്ലാസി യുദ്ധം അതുപോലെ എന്താണ് ബക്സാർ യുദ്ധത്തിലൂടെയാണെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ടിപ്പു സുൽത്താൻ ആയിരുന്നു മൈസൂരിലെ ഭരണാധികാരിയായിരുന്നു അല്ലെ. അപ്പോൾ മൈസൂർ യുദ്ധങ്ങളിലൂടെയാണ് ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുന്നത്. ഓക്കെ. അപ്പോൾ 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുന്നു. 1757 പ്ലാസി യുദ്ധം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലേക്കായി. അപ്പം ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ബക്സാർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് അധീനതയിലേക്ക് വന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ബംഗാളിന്റെ ഒരു ഭാഗങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ബക്സാർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എത്തി. ഓക്കെ. ഇനി ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്? മൈസൂർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ടാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയൊക്കെ വരുന്നത്. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. ഒരു യുദ്ധമല്ല, 1-ാം മൈസൂർ യുദ്ധം, 2-ാം മൈസൂർ യുദ്ധം, 3-ാം മൈസൂർ യുദ്ധം, അങ്ങനെ 4 യുദ്ധങ്ങൾ നടന്നു. അപ്പോൾ 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഓക്കെ. അപ്പോൾ 3-ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് കുറെ ഭാഗങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വന്ന പ്രദേശമാണ് മലബാർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. ശ്രീരംഗപട്ടണം ഉടമ്പടി ടിപ്പു സുൽത്താനും അതുപോലെ ബ്രിട്ടീഷുകാരും തമ്മിൽ ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങൾ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 1857 ആയപ്പോഴത്തേക്ക് നോക്കി ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 1857 പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ് 1857 പ്രത്യേകത? ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു വിപ്ലവം നടക്കുന്നത് 1857 അല്ലെ. അപ്പോൾ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ കമ്പനി എങ്ങനെയൊക്കെയാണ് അധികാരത്തിലേക്ക് വന്നതെന്നുള്ളൊരു ഫ്ലോ ചാർട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. യുദ്ധങ്ങൾ വഴി എവിടെയൊക്കെ അധികാരത്തിൽ വന്നു? പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം വഴി ബംഗാളിൽ അധികാരത്തിൽ വന്നു. മൈസൂർ യുദ്ധങ്ങൾ വഴി മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങളിൽ. പിന്നെ അതിനുശേഷം മറാത്ത യുദ്ധങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ മറാത്ത പ്രദേശങ്ങളിൽ അധികാരത്തിലേക്ക് വന്നു. ഇനി നിയമനിർമ്മാണങ്ങൾ വഴി എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് നമ്മൾ ജസ്റ്റ് പറയുകയാണ്. സൈനിക സഹായ വ്യവസ്ഥ, അതുപോലെ ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടുരാജ്യങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ സൈനികമായിട്ടുള്ള സഹായം തരാൻ ഞങ്ങളുടെ സൈന്യത്തിന്റെ ചെലവ് മൊത്തം നിങ്ങൾ വഹിക്കണം. അങ്ങനെ വഹിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ സൈന്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സൈനിക സഹായ വ്യവസ്ഥ ഉടമ്പടിയോടുകൂടി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ സ്ഥലങ്ങളിലെ അധികാരം പയ്യെ അവർ കൈപ്പറ്റി. പിന്നെ അതിനുശേഷം ദത്തവകാശ നിരോധന നിയമം, അതായത് പിന്തുടർച്ചാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ അത്തരം നാട്ടുരാജ്യങ്ങൾ ഇവരെ ഏറ്റെടുക്കാൻ തുടങ്ങി. ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളൊക്കെ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വന്ന പ്രദേശങ്ങളായിരുന്നു. ഇനി കീഴടക്കിയ പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണ സംവിധാനം ഇവര് നടപ്പാക്കി. അപ്പം ഈ പ്രദേശങ്ങളെല്ലാം കീഴടക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരു ഏകീകൃതമായിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനവും കൂടെ നടപ്പിലാക്കി. ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, യുദ്ധങ്ങൾ വഴിയും നിയമനിർമ്മാണങ്ങൾ വഴിയും ഒക്കെയാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ബ്രിട്ടീഷുകാർ അവരുടെ കൈവശത്തേക്ക് എത്തിച്ചത്. ഓക്കെ. ഇനി നമ്മൾ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ്. നമ്മുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാരണങ്ങളിലേക്കാണ് നമ്മൾ എത്തുവാനായിട്ട് പോകുന്നത്. ഓക്കെ. ബംഗാളിലെ എന്തൊക്കെയായിരുന്നു ഇതിന്റെ കാരണങ്ങൾ? അപ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ കാരണങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു ഈ നഗോഡകൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ഈ പട്ടുനൂൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇവർ വന്നു പിന്നെ ഒരു ഭയങ്കര കച്ചവട താല്പര്യത്തിലുള്ള അമിതമായിട്ടുള്ള ആ ഒരു വർക്കിംഗ്, അവരെ കൂടുതലായിട്ട് വർക്കിലൂടെ അവർക്ക് കൊടുക്കുക, കൂടുതലായിട്ട് നിർബന്ധിച്ച് ഓരോ സ്ഥലങ്ങളിൽ ഇന്ന ക്രോപ്പുകൾ കൃഷി ചെയ്യിപ്പിക്കുക, അത്തരം രീതികളൊക്കെ. അതുപോലെ അമിതമായിട്ടുള്ള നികുതി ഈടാക്കാൻ തുടങ്ങി. അതുപോലെ വരൾച്ചക്കാലത്ത് പോലും നികുതി ഇളവുകളൊന്നും അവർക്ക് നൽകിയിരുന്നില്ല, കർഷകർക്കും അതുപോലെ പട്ടുനൂൽ കൃഷിക്കാർക്കും ഒന്നും. ഇനി നികുതി പണമായിട്ട് തന്നെ കൊടുക്കണമെന്നും വ്യവസ്ഥ വെച്ചു. പണ്ടൊക്കെ നമുക്കറിയാം ബാർട്ടർ സിസ്റ്റം, അങ്ങോട്ടൊരു സാധനം കൊടുത്തു ഇങ്ങോട്ട് വേറൊരു സാധനം മേടിച്ചു, അങ്ങനത്തെ ഒരു സിസ്റ്റം ഒക്കെ ആയിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നപ്പോഴത്തേക്ക് നികുതി പണമായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ള ആ ഒരു നിഷ്കർഷ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ ഇവർക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ അത് ബാധിച്ചു. ഇനി പണത്തിനായി കർഷകർ പലിശയ്ക്ക് പണം വാങ്ങുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് അവരെ പിന്നീടും പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചു. പിന്നെ കർഷക ഭൂമികളിൽ കൂടുതലായും നീലം കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. അപ്പോൾ ഈ സമയത്ത് ഈ നീലം എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിന്
അവിടെ കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും, അതായത് നമ്മുടെ ഫുഡ് ക്രോപ്സ്, നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പോലും നീലം കൊണ്ടുപോയി കൃഷി ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് നീലം കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നീലത്തിന്റെ ഡിമാൻഡ് ഒക്കെ പോയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ഭക്ഷ്യധാന്യങ്ങളുടെ ഷോർട്ടേജ് വന്നു. അങ്ങനെ കുറേ ആൾക്കാർ ദാരിദ്ര്യം മൂലം മരണപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതേ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഗോത്ര ജനതയുടെ, അതുപോലെ ഗോത്ര ജനതയെ എങ്ങനെയാണ് ഇവർ ബാധിച്ചത്, ഇവരുടെ ഒരു പ്രവർത്തനം ബാധിച്ചത്? ഗോത്ര ജനതയുടെ ആവാസ മേഖലകൾ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. അപ്പോൾ ഇവ ചൂഷണം ചെയ്യുന്നതിനായിട്ട് റോഡ്, റെയിൽ സൗകര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഈ ഗോത്ര ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വനഭൂമികളിലേക്കും അത്തരം പ്രദേശങ്ങളിലേക്കൊക്കെ റോഡ് നിർമ്മാണം, റെയിൽ നിർമ്മാണം, അത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥ തകരുന്ന ഒരു രീതി വന്നു. അപ്പം ഗോത്ര ജനതയും ബ്രിട്ടീഷുകാർക്ക് എതിരായി. ഇനി അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വിലക്കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അപ്പൊ നമുക്കറിയാം, ഇവിടെ നമ്മൾ കൈത്തറി അങ്ങനെയൊക്കെയാണ് വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതിന് കൂടുതൽ ചിലവായിരുന്നു. പക്ഷെ അവിടെ എന്താണ്, ബ്രിട്ടീഷുകാർ അവിടെ സ്പിന്നിങ് ജെന്നിയൊക്കെ കണ്ടുപിടിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവര് അവിടെ യന്ത്രനിർമ്മിതമായിട്ട് വളരെ വിലക്കുറഞ്ഞ തുണിത്തരങ്ങളിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതോടെ ഇന്ത്യൻ തുണിത്തരങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു കച്ചവടം കുറഞ്ഞു, ആ ഒരു മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു. അത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളാണ് നമ്മുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതിയും ചുമത്തപ്പെട്ടു ഈ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി കമ്പനി ഭരണം സ്ഥാപിതമായതോടെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും ഇതിന് തെളിവാണ്. അപ്പോൾ ഓർത്തിരിക്കുക, സന്യാസി കലാപം അതുപോലെ ഫക്കീർ കലാപം, ഈ രണ്ട് കലാപങ്ങളും നടന്നിരിക്കുന്നത് എവിടെയാണ്? ബംഗാളിലാണ് നടന്നിരിക്കുന്നത്. ഇനി കർഷകരെ കൂടാതെ ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടു. അപ്പം ഗോത്രവർഗ്ഗക്കാരുടെ കാര്യങ്ങളാണ്, ചില ഗോത്രവർഗ്ഗക്കാരുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറാത്തിയിലെ ഫീലുകൾ, അഹമ്മദ്നഗറിലെ കോലികൾ, ചോട്ടാനാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നുകളിലെ സന്താൾമാർ, അതുപോലെ വയനാട്ടിലെ കുറിച്യർ. അപ്പൊ ഇവരൊക്കെ ബ്രിട്ടീഷുകാരുമായിട്ട് എതിർത്ത് നിന്ന ഗോത്രവർഗ്ഗക്കാർ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചോദ്യം വരാം. ഈ ഫീലുകൾ ഏത് ഭാഗത്ത് കണ്ടിരുന്ന ഗോത്രവർഗ്ഗക്കാരായിരുന്നു? കോലികൾ ഏത് ഭാഗത്ത് കണ്ടിരുന്ന ഗോത്രവർഗ്ഗക്കാരായിരുന്നു? കോളുകൾ ഏത് ഭാഗത്ത് കണ്ടിരുന്ന ഗോത്രവർഗ്ഗക്കാരായിരുന്നു? അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും PSC ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു PSC പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാനായിട്ട്. ഓക്കെ, അതുപോലെ വയനാട്ടിലെ കുറിച്യരെ കുറിച്ച് നമുക്കറിയാം. പഴശ്ശി കലാപമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പഴശ്ശിരാജയെ ഹെൽപ്പ് ചെയ്ത ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് കുറിച്യർ എന്ന് പറയുന്ന ഗോത്രവർഗത്തിലെ ആളുകൾ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം, ഈ റെയിൽവേ ഗതാഗതം ആരംഭിച്ച് ധാതു നിക്ഷേപങ്ങളുടെ, ധാതുക്കളുടെ ചൂഷണത്തിന് വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറഞ്ഞു. എങ്കിലും അത് പിന്നീട് പിൽക്കാലത്ത് ഇന്ത്യക്ക് ഉപകാരമായിട്ടും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ റെയിൽവേ ആരംഭിക്കുന്ന 1853 ഏപ്രിൽ 16-നാണ്. അന്ന് വൈകുന്നേരം 3:35-നാണ് ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. 14 കോച്ചുകളുള്ള ഈ തീവണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സർവീസ് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പറയുകയാണെങ്കിൽ ബോംബെ ടു താനെ, 1853 ഏപ്രിൽ 16. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് കേട്ടോ ഈ 1853 ഏപ്രിൽ 16 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നു. ഇപ്പൊ സാന്താൾ കലാപത്തിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ഗോത്രവർഗ കലാപമായിരുന്നു. സിദ്ധു, കാനു എന്നീ സാന്താൾ ഗോത്രവർഗ്ഗക്കാരായിരുന്നു ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഈ പേരുകൾ പല പ്രാവശ്യം PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ആരൊക്കെയാണ്? സിദ്ധു, അതുപോലെ കാനു എന്ന് പറയുന്ന രണ്ട് ഗോത്ര നേതാക്കളായിരുന്നു ഇതിന്റെ നേതൃത്വം കൊടുത്തത് കേട്ടോ. ബംഗാളിലായിരുന്നു ഈ ഒരു കലാപം നടന്നത്. ഓക്കെ, അപ്പോൾ ഇനി പഴശ്ശി കലാപങ്ങളിലേക്ക് വരികയാണെങ്കിൽ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജ യുദ്ധം ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് പ്രേരിപ്പിച്ച ഒരു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പഴശ്ശിരാജയെ ഹെൽപ്പ് ചെയ്ത ആളുകളാണ് തലക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചേന കൊങ്കൻ, അത്തൻ ഗുരുക്കൾ. ഇവരൊക്കെ പഴശ്ശിരാജയെ പഴശ്ശി കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്ത ആളുകളാണ്. ഇനി ഈ സമയത്ത് ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ 1809 വേലുത്തമ്പി ദളവ തന്റെ കുണ്ടറ വിളംബരം എന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ട് കുണ്ടറ വിളംബരം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം വേലുത്തമ്പി ദളവ നടത്തുന്നത് 1809 എന്ന വർഷത്തിലാണ്. അപ്പോൾ ആ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. 1809 വേലുത്തമ്പി ദളവ തന്റെ കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരികയാണ്.
അപ്പൊ എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത്? പട്ടാളക്കാർക്കിടയിൽ അല്ലെ, പട്ടാളക്കാർക്കിടയിൽ അവർക്ക് ഓൾറെഡി ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ കുറെ പട്ടാളക്കാർക്ക് തന്നെ ഒരു എതിർപ്പുണ്ടായിരുന്നു. കാരണം എന്തൊക്കെയാണ് കാരണങ്ങൾ? അതായത് അവിടെ തന്നെയുള്ള ഇന്ത്യൻ പട്ടാളക്കാർക്ക് കുറഞ്ഞ കൂലി കൊടുക്കുക, അതുപോലെ മോശമായിട്ടുള്ള പെരുമാറ്റം, ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെ മോശമായിട്ടുള്ള പെരുമാറ്റം, ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ കുറെ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിരുന്നു. എന്നാലും പെട്ടെന്ന് ഇതിനൊരു കാരണമായി മാറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം ഒരു എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ തോക്കുകളുടെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഉപയോഗിച്ചിരുന്നത് തിരയില് ഇതിന്റെ ബുള്ളറ്റിൽ ഉപയോഗിച്ചിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. അപ്പൊ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പം ഇത് സ്വാഭാവികമായിട്ടും മുസ്ലിം റിലീജിയൻ അതുപോലെ ഹിന്ദു റിലീജിയൻ ഇവർക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു അല്ലെ. അപ്പൊ അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ഇപ്പം ഇതിന്റെ മുന്നോടിയായി ശിപായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തി രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിയാണ് മംഗൾ പാണ്ഡെ. അപ്പം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മംഗൾ പാണ്ഡെയാണ്. ഈ മംഗൾ പാണ്ഡെയുടെ പേരിൽ പിന്നീട് ഒരു സിനിമ തന്നെ ഉണ്ടായിട്ടുണ്ട്. അമീർ ഖാനാണ് ഇതില് നായകനായിട്ട് അഭിനയിച്ചത് അല്ലെ. ഓർത്തിരിക്കുക, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. അപ്പൊ ഈ കലാപം ആരംഭിച്ചത് എവിടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ മീററ്റിലാണ് കേട്ടോ. മീററ്റിലാണ്, സൂററ്റല്ല, മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി കലാപകാരികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, കലാപകാരികൾ പിന്നീട് ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഈ മംഗൾ പാണ്ഡെയുടെ മരണത്തെ തുടർന്ന് എന്താണ്, അതിനെ തുടർന്ന് കുറെ അധികം ആളുകൾ കൂടിച്ചേരുകയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആ ഒരു ഫൈറ്റിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന് പല പല കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്കൊക്കെ ആണെങ്കിലും ദത്തവകാശ നിരോധന നിയമപ്രകാരം പല നാട്ടുരാജാക്കന്മാർക്കും അവരുടെ സാമ്രാജ്യം നഷ്ടപ്പെടുകയൊക്കെ ഉണ്ടായി. അതുപോലെ ബ്രിട്ടീഷുകാരുടെ അധിനിവേശ നാട്ടുരാജാക്കന്മാരെയും വളരെയധികം ക്ഷുഭിതരാക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരും ഇതിലേക്ക് വരികയുണ്ടായി. അപ്പം ഓരോ സ്ഥലത്തും ഇതിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബ്, താന്തിയ തൊപ്പി എന്നിവരാണ് നേതൃത്വം കൊടുത്തത്. ഇനി ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ ഝാൻസി റാണിയാണ് നേതൃത്വം കൊടുത്തത്. ഝാൻസി റാണി മണികർണിക എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ, മണികർണിക എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഝാൻസി റാണിയാണ്. അപ്പൊ ആ കാര്യം ഓർത്തിരിക്കുക, മണികർണിക എന്നറിയപ്പെടുന്ന ഝാൻസി റാണിയാണ്. ഇനി ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ലക്നൌവിലാണെങ്കിൽ ആരാണ്, ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം നൽകിയത്. ഇനി ഫൈസാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ മൗലവി അഹമ്മദുള്ളയാണ്. ഇനി ബീഹാറിലെ ആര എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ കൺവർ സിംഗ്. അപ്പൊ ഇത് ഓരോ സ്ഥലങ്ങളിലും ഇതിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, കാൺപൂരിൽ നാനാ സാഹിബ്, താന്തിയ തൊപ്പി, ഝാൻസിയിൽ ഝാൻസി റാണി മണികർണിക എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഝാൻസി റാണി. അല്ലെങ്കിൽ ഇനി ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള, ബീഹാറിലെ ആരയില് കൺവർ സിംഗ്. അപ്പൊ ഈ കലാപം കമ്പനി അടിച്ചമർത്തി ബഹദൂർ ഷാ സാഫറിനെ രംഗൂണിലേക്ക് നാടുകടത്തി. അപ്പം ഇത് വലിയൊരു അല്ലെ, ഇന്ത്യയിലെ കുറെ കൂടെ ഒരു യൂണിറ്റിയോട് കൂടി വന്ന കുറെ ഭാഗങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ള വലിയൊരു കലാപം തന്നെയായിരുന്നു 1857 കലാപം എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാർ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പിടിച്ചു കുലുക്കുക തന്നെ ചെയ്തു. പക്ഷെ എങ്കിലും ബ്രിട്ടീഷുകാർ പതിയെ അതിനെ അടിച്ചമർത്തുക തന്നെയാണ് ഉണ്ടായത്. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഓരോ സ്ഥലങ്ങളിലും ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് താന്തിയ തൊപ്പി, നാനാ സാഹിബ്, ഝാൻസി റാണി, ബീഗം ഹസ്രത്ത് മഹൽ ഇവരെയൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിപ്ലവം പരാജയത്തിലേക്ക് എത്തിയത്, അതിന്റെ ഒരു കാരണങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാരും സമരത്തിന് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാരും കമ്പനിക്കെതിരായിരുന്നു കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയത്. അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് വന്നത്. ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായാലും ഇതിനൊരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു. പിന്നെ അവർക്ക് കൂടുതൽ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചുള്ള അവർക്ക് കൂടുതൽ ആയുധങ്ങളും അതിന്റെ ബലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി എല്ലാ വിഭാഗക്കാരുടെയും പിന്തുണ നേടാനായിട്ട് സാധിച്ചില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാര് സമരത്തിന് എതിരായിരുന്നു. അതുപോലെ നാട്ടുരാജാക്കന്മാരുടെ കേസ് പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളുണ്ടായ നാട്ടുരാജാക്കന്മാരാണ് കൂടുതലും ഇതിന് വേണ്ടി നിന്നത്. ദത്തവകാശ നിരോധന നിയമപ്രകാരവും അതുപോലെ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരവും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നാട്ടുരാജാക്കന്മാരാണ് കമ്പനിക്ക് എതിരെ നിന്നത്. എന്നാൽ സമ്പന്നരായിട്ടുള്ള നാട്ടുരാജാക്കന്മാരൊക്കെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. ഓക്കെ. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ വലിയൊരു മാറ്റം വരുത്തി.
അപ്പോൾ ഇതിനുശേഷം 1858 ഒരു ക്യൂണിൻ്റെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നു. അതോടെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് എത്തുന്നു. അപ്പോൾ 1857 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിക്കുന്നു. പിന്നീട് ഇംഗ്ലീഷ് ബ്രിട്ടനിലെ രാജ്ഞിയുടെ കീഴിലേക്ക് ഇന്ത്യയുടെ ഭരണം മാറുന്നു, ക്രൗൺ റൂളിലേക്ക് മാറുന്നു. അപ്പോൾ അതുവരെ നമ്മുടെ ബ്രിട്ടീഷിലെ ഗവർണർ ജനറൽ എന്നൊക്കെയായിരുന്നു അവരുടെ റൂളേഴ്സ് അറിയപ്പെടുന്നതെങ്കിലും ഇതിന് ശേഷമോ 1858 മുതൽ വൈസ്രോയി എന്ന പേരിലേക്ക് ഗവർണർ ജനറൽ മാറുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ വൈസ്രോയി ആയിട്ട് വരുന്ന ലോർഡ് കാനിങ് ആണ് അല്ലെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. 4ാമത്തെ ചാപ്റ്റർ, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. അപ്പോൾ ഇന്ത്യയുടെ പുതുയുഗത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നവോത്ഥാനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പേരാണ് രാജാറാം മോഹൻ റായ്. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റായ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു. സതി, ശൈശവവിവാഹം എന്നിവ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിരോധിക്കുന്നത്. സതി നിരോധിക്കുന്നത് 1829 വില്യം ബെന്റിക് പ്രഭുവാണ്. അപ്പോൾ ഇതിന് ശരിക്കും വളരെയധികം വർക്ക് ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജാറാം മോഹൻ റായ് തന്നെയാണ്. ഇനി തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിൽ അനൈക്യത്തിന്റെ ഉറവിടം എന്നും വിശ്വസിച്ചു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റായ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് രാജാറാം മോഹൻ റായ് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കുവാനായിട്ട് ഉള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, സതി നിരോധിച്ചു. അതുപോലെ ബ്രഹ്മസമാജം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മസമാജം എന്ന് പറയുന്നത് രാജാറാം മോഹൻ റായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. അതുപോലെ 1829 വില്യം ബെന്റിക് സതി നിരോധിക്കുന്നത് രാജാറാം മോഹൻ റായിയുടെ പ്രയത്നത്തിന്റെ ഫലമായി. ഓക്കെ, ഇനി അടുത്തായിട്ട് സ്വാമി ദയാനന്ദ സരസ്വതിയിലേക്ക് വരികയാണെങ്കിൽ ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. ഈ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം ആര്യസമാജം എന്ന സംഘടന രൂപീകരിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആര്യസമാജം ആരാണ് സ്ഥാപിച്ചത്? ആര്യസമാജം ദയാനന്ദ സരസ്വതി. ഓക്കെ, ഇനി വേദങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള ആ ഒരു ആഹ്വാനവും ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഭാഗത്തു നിന്നാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള ആ ഒരു ആശയം വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജ്യോതിറാവ് ഫൂലെ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ്. ജ്യോതിറാവ് ഫൂലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഫൂലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സത്യശോധക് സമാജ് ആര് സ്ഥാപിച്ച സംഘടനയാണ്? ജ്യോതിറാവ് ഫൂലെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് ജ്യോതിറാവ് ഫൂലെ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം സത്യശോധക് സമാജാണ്. സത്യശോധക് സമാജ് ആരാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ജ്യോതിറാവ് ഫൂലെ. ഇനി പണ്ഡിത രമാബായി, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച രമാബായി സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും അവർ പ്രവർത്തിച്ചു. അപ്പോൾ ഇവിടെ PSC പെർസ്പെക്റ്റീവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ മഹിളാ സഭ. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാബായി. ഓക്കെ ആണല്ലോ, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് സയ്യദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറുന്നത്. അപ്പോൾ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, അലിഗഡ് മുസ്ലിം സർവകലാശാല, ഇതിന്റെയൊക്കെ സ്ഥാപകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഇനി ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. അപ്പോൾ ഇപ്പോൾ PSCയുടെ എക്സാമുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല കോട്ടുകൾ തന്നിട്ട് ഇത് ആരുമായി ബന്ധപ്പെട്ട കോട്ടുകളാണ്, അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെ ഈ പ്രസ്താവന നടത്തിയത് എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകൾക്കും ഒരു കോട്ടെങ്കിലും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അത് മിക്കപ്പോഴും ഈ SCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കോട്ട് അതേ രീതിക്ക് ഞാൻ കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കോട്ടുകൾ കാണുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക, ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കോട്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്ത് ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് എന്ന് പറഞ്ഞത് സർ സയ്യദ് അഹമ്മദ്
ഖാനാണ്. അടുത്തതായിട്ട് നമ്മൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് കാണുന്നത്. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി: മഹത്തായ രണ്ട് വ്യവസ്ഥകളുടെ, ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു. അപ്പോൾ ഓർത്തിരിക്കുക, ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായിരുന്നു നമ്മുടെ വിവേകാനന്ദൻ എന്ന് പറയുന്നത്. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു രാമകൃഷ്ണ മിഷന്റെ ഉദ്ദേശം. ഇനി നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1885 സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കാണ് എത്തുന്നത്. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി, ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 72 പേർ ഒത്തുകൂടിയിരുന്നു. അപ്പൊ ഈ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജ്, 72 ആളുകൾ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇത്രയും പേര് കൂടിയാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അപ്പം ആദ്യത്തെ INC സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് WC ബാനർജി ആയിരുന്നു, ഉമേഷ് ചന്ദ്ര ബാനർജി. ഇനി AO ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അപ്പം ഈ യോഗത്തിൽ വെച്ചിട്ടാണ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് INCയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത വ്യക്തികളുടെ ഒരു ഫോട്ടോയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 72 പേരായിരുന്നു ആദ്യത്തെ ANC മീറ്റിംഗിൽ പങ്കെടുത്തത്. 1885 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. AO ഹ്യൂമാണ് ഇങ്ങനെ ഒരു INC എന്ന് പറയുന്ന ഒരു ഇത് രൂപീകരിക്കാനായിട്ട് മുൻകൈ എടുത്ത ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്നത്. അതുപോലെ ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം നമ്മൾ പ്രധാനമായിട്ടും 3 കാലഘട്ടങ്ങളാണ് പറയുന്നത്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, അതുപോലെ തീവ്ര ദേശീയതയുടെ കാലഘട്ടം, പിന്നെ ഗാന്ധിയൻ കാലഘട്ടം. അപ്പോൾ ഇതിൽ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടെ കാലഘട്ടമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയ വ്യക്തികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് അവരെ കാണാൻ പറ്റും. ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തയാബ്ജി, ഇവരൊക്കെയായിരുന്നു ആദ്യകാല നേതാക്കൾ. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. എന്താണ്, വളരെ ശാന്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു 1885 മുതൽ 1905 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ പരാതികളും പ്രമേയങ്ങളും ഒക്കെ കൊടുത്തെങ്കിലും ബ്രിട്ടീഷുകാർ വേണ്ട പ്രാധാന്യം ഇതിന് കൊടുത്തതും ഇല്ല. പിന്നീട് ദാദാഭായ് നവറോജി, പിന്നീട് നമ്മൾ കൃത്യമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം ആദ്യമായിട്ട് ഈ ഒരു ആശയം പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് മൊത്തം കൊണ്ടുപോവാണ്, ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ട് പോവുകയാണ് ഇവർ എന്നുള്ള ആ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള ഈ കാരണം ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലേ. അപ്പോൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് നമ്മൾ പറയുന്നത് 1905 ബംഗാളിലെ വിഭജനമാണ്. അപ്പോൾ ഈ ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് നമ്മുടെ മിതവാദി കാലഘട്ടമൊക്കെ ശരിക്കും പറഞ്ഞാൽ അവസാനിക്കുന്നത്. അപ്പോൾ ബംഗാൾ വിഭജനത്തിന് ശേഷം, ബംഗാൾ വിഭജനത്തെക്കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോർ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി: പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാകുന്നതും ആയ ഈ 2 അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂടുരക്തമാണ് ബംഗാളികളുടെ സിരകളിൽ ഒഴുകുന്നത്. അപ്പോൾ അങ്ങനെ ബംഗാൾ വിഭജനം വളരെ പ്രാധാന്യമർഹിക്കുന്ന, ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ്. 1905 കേഴ്സൺ പ്രഭു, അന്നത്തെ വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്നത്. പിന്നീട് 1911 ബംഗാൾ വിഭജനം റദ്ദാക്കപ്പെട്ടു. തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ശേഷം 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു കാര്യമാണ് സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു സമരം. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന രീതി പോലും
ഒഴിവാക്കിയിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും എന്താണ് പറയുക, സ്വദേശ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഈ ബംഗാൾ വിഭജനത്തിന് ശേഷം വന്നിരുന്നു. ഓക്കെ, ഇനി ബാലഗംഗാധര തിലകനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ബാലഗംഗാധര തിലകാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന 3 പേര് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാൽ ബാൽ പാൽ എന്നാണ് നമ്മൾ ഇവരെ കുറിച്ച് പറയുന്നത്. ഇവരാണ് കോൺഗ്രസിലെ തീവ്ര ദേശീയവാദികളുടെ ആളുകളായിട്ട് നമ്മൾ പറയുന്നത്. ലാൽ ബാൽ പാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു. അപ്പം ആരൊക്കെയാണ്? തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ഇവരായിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കൾ. തീവ്ര ദേശീയവാദികളുടെ ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വ്യക്താവായിരുന്നു. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ലോകമാന്യ എന്ന് വിളിച്ചിരുന്നത് ബാലഗംഗാധര തിലകിനെയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. അതുപോലെ അദ്ദേഹം ആരംഭിച്ച 2 പത്രങ്ങളുണ്ട്. ആ പത്രങ്ങളാണ് മറാത്തയും കേസരിയും. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. അതുപോലെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്നത് തിലകിന്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, തീവ്ര നേതാക്കളുടെ കൂട്ടത്തിൽ വരുന്ന ആളുകൾ ലാലാ ലജ്പത് റായ്, അതുപോലെ ബാലഗംഗാധര തിലക്, പിന്നെ വരുന്നവരാണ് ബിപിൻ ചന്ദ്രപാൽ. ഈ 3 പേരാണ് പ്രധാന തീവ്ര നേതാക്കളായിട്ട് നമ്മൾ പറയുന്നത് INC-യുടെ. ഇനി സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ധാക്കയിൽ വെച്ച് അഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. അപ്പോൾ ഓർത്തിരിക്കുക, പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. 1906 മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. അഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. അപ്പോൾ ഓർത്തിരിക്കുക, മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് 1906 അഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഇനി കോൺഗ്രസിന്റെ ഒരു ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൂറത്തിലെ പിളർപ്പ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ബംഗാൾ വിഭജനത്തിന് ശേഷം മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വളരെ രൂക്ഷമായി. അപ്പോൾ അതേ തുടർന്ന് 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് കോൺഗ്രസ് പിളർന്നു. മിതവാദികൾ, തീവ്രവാദികൾ എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പായിട്ട് പിളർന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൂറത്തിലെ പിളർപ്പ് വർഷം 1907. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ഹോം റൂൾ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1-ാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാരിലേക്ക് തന്നെ എത്തുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിതമാകുന്നത്. 1916 ശരിക്കും ഹോം റൂൾ ആരംഭിക്കുന്നത്. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഹോം റൂൾ സ്ഥാപിച്ച വർഷമൊക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, 1916 സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ ആനി ബസന്റ് ആരായിരുന്നു എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ ആനി ബസന്റ് അയർലൻഡുകാരി ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. ഓക്കെ, ഇനി നമ്മുടെ കോൺഗ്രസിലെ മറ്റൊരു സംഭവമാണ് 1916 നടന്ന ലക്നൗ സന്ധി. അപ്പോൾ ലക്നൗ സന്ധിയുടെ പ്രത്യേകത എന്താണ്? ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്ത് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്നു. സൂറത്ത് സമ്മേളനത്തിൽ വഴി വിരിഞ്ഞു പോയ മിതവാദികളും തീവ്രദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. അപ്പം 1907 പിളർന്ന കോൺഗ്രസ് പിന്നീട് മുസ്ലിം ലീഗ് സഹിതം എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുന്നത് 1916 വെച്ച് നടന്ന ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പോൾ ഈ വർഷവും കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് 1916. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയും കൂടെയാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. അപ്പോൾ ഇനി അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠമാണ്. അപ്പോൾ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 3 മേഖലകളാണ് എക്കണോമിക്സിനെ കുറിച്ച് ബന്ധപ്പെട്ട് പറയുന്നത്. പ്രാഥമിക മേഖല, തൃതീയ മേഖല, ദ്വിതീയ മേഖല.
പ്രാഥമിക മേഖലയിലാണ് നമ്മുടെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും അതുപോലെ വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ദ്വിതീയ മേഖലയിൽ വരുന്നതാണ് വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം ഒക്കെ. ഇനി തൃതീയ മേഖല സർവീസ് സെക്ടർ എന്നൊക്കെ നമ്മൾ പറയും. വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ് ഇതൊക്കെ തൃതീയ മേഖലയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 3 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് ഇംഗ്ലീഷിൽ പറയാം. മലയാളത്തിൽ പ്രാഥമികം, ദ്വിതീയ, തൃതീയ മേഖലകൾ എന്നൊക്കെ നമ്മൾ പറയും. ഓരോ മേഖലയിലും വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, കൃഷി ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുന്നു? പ്രാഥമികം. വൈദ്യുതി ഉൽപാദനം ദ്വിതീയ മേഖല. ബാങ്കിങ്, ഇൻഷുറൻസ് ഒക്കെ ഏത് മേഖലയായിട്ട് വരുന്നു? തൃതീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഇനി ഇന്ത്യയിലെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യതയുടെ ശതമാനമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പ്രാഥമിക മേഖലയിലെ കാര്യമാണെങ്കിൽ 64.9%, 56.5%, 53.2%. പ്രാഥമിക മേഖലയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത്. അതായത് കൃഷി, മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത്. ദ്വിതീയ മേഖലയിൽ കുറവാണ്, തൃതീയ മേഖലയിൽ പിന്നെയും കുറച്ചുകൂടെ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക മേഖല, അതായത് കൃഷിയിൽ ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് ആളുകൾ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുകയാണ്. അതിലെ കൗണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ കുറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ ചാർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 1993 നിന്നും കുറേ 2005 ആയപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, 2011 ആയപ്പോൾ പിന്നെയും കുറഞ്ഞിട്ടുണ്ട്. അതിനിയും കുറഞ്ഞു തന്നെ വരും. കാരണം അങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞാലാണ് ഇന്ത്യക്ക് അതിൻ്റെതായിട്ടുള്ള മെച്ചം ഉണ്ടാവുകയും ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യത ഉള്ളത്, ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത് പ്രാഥമിക മേഖലയിലാണ്. പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ വരുന്നത് തൃതീയ മേഖലയിൽ, മൂന്നാമത് ദ്വിതീയ മേഖലയിൽ. ഓക്കെ, ഇനി ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കാലറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ഈ കണക്ക് നമ്മുടെ SCERT ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നഗരപ്രദേശങ്ങളിൽ 2100 കാലറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരെയും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കാലറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്, ഭൂപടങ്ങളുടെ പൊരുൾ തേടി. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ കുറേയൊക്കെ നമ്മൾ പഴയ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അധികം നേരം നമ്മൾ ഈ ക്ലാസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലേക്ക് പറയുകയാണെങ്കിൽ ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ക്രിസ്റ്റഫർ കൊളംബസിന്റെ പ്രത്യേകത എന്താണ്? ക്രിസ്റ്റഫർ കൊളംബസ് 15ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനേവ ജനിച്ചു. നാവികൻ, പര്യവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച വ്യക്തി. പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയിലേക്ക് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തന്റെ ആദ്യ കപ്പൽ യാത്ര AD 1592 നടത്തി. ആ യാത്രയിൽ വഴിയറിയുന്നതിനായി വലിയൊരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് കൊളംബസും കൂട്ടരും സഞ്ചരിച്ചത്. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളവും അവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കൊളംബസിന്റെ യാത്ര വഴിതെറ്റി ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിൽ എത്തിച്ചേരുകയായിരുന്നു ഉണ്ടായത്. വഴി കിട്ടാൻ കൃത്യമായ ഭൂപടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതായിരുന്നു ഇതിന്റെ കാരണം. അപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ച് കൊളംബസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പം ശരിക്കും അദ്ദേഹം ഇന്ത്യ കണ്ടെത്താനായിട്ടാണ് പോയത്, പക്ഷെ കണ്ടെത്തിയത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി മഗല്ലനെ കുറിച്ച് പറയുകയാണെങ്കിൽ 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന അടങ്ങാത്ത മോഹത്താൽ 1519 സെപ്റ്റംബറിൽ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് പരിവേഷകനായ മഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു ലക്ഷ്യം. വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി 16ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടതോടെ കപ്പലിൽ കലഹങ്ങളായി. പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പീൻസ് ദ്വീപുകളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഈ പോരാട്ടത്തിൽ മഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു. കപ്പലിൽ ബാക്കിയുള്ളവർ 1522 സെപ്റ്റംബറിൽ യൂറോപ്പിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്, കേട്ടോ. അപ്പോൾ അതുപോലെ അവിടുത്തെ മാക്ടാൻ ദ്വീപുവാസികളുമായാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മഗല്ലൻ കൊല്ലപ്പെടുന്നത് ഫിലിപ്പീൻസിലെ മാക്ടാൻ ദ്വീപ് നിവാസികളുമായിട്ട് നടന്ന സംഘടനത്തിലാണ് മഗല്ലൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ യാത്ര ഒരു വിജയമായിട്ട് കാണാൻ പറ്റില്ല എങ്കിലും വളരെയധികം അറിവുകൾ ലോകത്തിന് സമ്മാനിച്ച ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. വിശദമായ ഭൂപടങ്ങളോ വഴിയറിയുവാനുള്ള മറ്റ് സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് ഇവർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിന് ഏകദേശം 3 വർഷം വേണ്ടി വന്നു. അപ്പം മഗല്ലൻ ഇടയ്ക്ക് വെച്ച് മരിച്ചു പോയെങ്കിലും യാത്ര അവർ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ 3 വർഷത്തോളം സമയമെടുത്താണ് അവർ ഈ ഒരു യാത്ര പൂർത്തിയാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഭൂപടം വരച്ചത് ആര് എന്ന ഒരു ചോദ്യമാണ്. ആദ്യമായിട്ട് ഭൂപടം വരച്ച വ്യക്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അനക്സിമാൻഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു അനക്സിമാൻഡർ. അപ്പോൾ BC 610 ഏഷ്യ മൈനറിലെ മിലറ്റൈസിലാണ് ഇദ്ദേഹം ജനിച്ചത് എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, അനക്സിമാൻഡർ എന്ന് പറയുന്ന ആ പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യമായിട്ട് ഭൂപടം വരച്ചു എന്ന് കരുതപ്പെടുന്ന വ്യക്തി അനക്സിമാൻഡർ. ഇനി ഭൂപടശാസ്ത്രം കാർട്ടോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. കാർട്ടോഗ്രാഫി. അപ്പം ഭൂപടം വരയ്ക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? കാർട്ടോഗ്രാഫർ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മുടെ ഭൂപടത്തിന് കുറുകെയുള്ള, ഗ്ലോബിന് കുറുകെയുള്ള വരകൾ, ഇങ്ങനെയുള്ള വരേനെ നമ്മൾ എന്ത് പറയും? രേഖാംശ രേഖ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വരയെ നമ്മൾ എന്ത് പറയും? അക്ഷാംശ രേഖ എന്ന് പറയുന്നു. ഇനി 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞാണ്. ഇങ്ങേറ്റം ഉത്തരധ്രുവം, ഇവിടെ ദക്ഷിണ ധ്രുവം. ഇതെല്ലാ ക്ലാസ്സിലും തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെ നമ്മൾ രേഖാംശ രേഖ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെ അക്ഷാംശ രേഖ എന്നും പറയും. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ ചാപ്റ്റർ, അവസാനത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണെങ്കിൽ ഭൂമിയും ജീവലോകവും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചാപ്റ്ററാണ്. PSC പെർസ്പെക്റ്റീവിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടുള്ള ഭൂരൂപങ്ങളെ കുറിച്ച് പറയുന്നു. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഭൂരൂപങ്ങളായിട്ട് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരത്തിലുള്ള ചെങ്കുത്തായ വശങ്ങളോട് കൂടിയ ഭൂരൂപങ്ങളെയാണ് നമ്മൾ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇനി പീഠഭൂമികൾ, മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ പ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളെ സമതലങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ മുമ്പ് കുന്നു കയറി പോകുന്ന ലോറികളായിരുന്നു മലയാളികൾ കണ്ടിരുന്നെങ്കിൽ ഇന്ന് ലോറികളിൽ കയറി പോകുന്ന കുന്നുകൾ പതിവ് കാഴ്ചയായിരിക്കുന്നു. അതിശക്തമായ മണ്ണുമാന്തി യന്ത്രങ്ങൾ വ്യാപകമായതോടെ നമ്മുടെ കുന്നുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് മാന്തിയെടുത്ത് ലോറികളിലാക്കി കൊണ്ടുപോകുന്നു. അല്ല, ഇപ്പം മണ്ണിടിച്ചിലും കുന്നിടിക്കലും ഒക്കെ വളരെ സാധാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രകൃതിയെ വളരെ നെഗറ്റീവായിട്ട് പല രീതിക്കും ബാധിക്കുന്നുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നും ഇല്ല. ഇനി ഒഴുകി അകലുന്ന മഴവെള്ളം. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം കടലിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഓക്സിജൻ പാർലറുകൾ. ജപ്പാനിലെ നഗരങ്ങളിൽ കുറേ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണ് ഈ ഓക്സിജൻ പാർലർ എന്ന് പറയുന്നത്. ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധവായു ശ്വസിക്കാം. ഡൽഹി നഗരത്തിലും അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നഗരഭരണകൂടം എന്തിനാണ് ഇത്തരം നടപടികളിലേക്ക് കടക്കേണ്ടി വരുന്നത്? വായുമലിനീകരണം കൊണ്ടാണല്ലേ. പല കാരണങ്ങൾ കൊണ്ടും വായുമലിനീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ, വാഹനങ്ങളുടെ ഓട്ടം, അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും അല്ലേ ഒത്തിരി മാലിന്യങ്ങളാണ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് പോപ്പുലേഷൻ ഒക്കെ കൂടുന്ന ഡൽഹി പോലെയുള്ള വലിയ സിറ്റികളിൽ. പിന്നെ ജപ്പാനിലെ കേസ് എന്ന് പറഞ്ഞാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും പണ്ട് ആറ്റം ബോംബിന്റെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പൊടിപടലങ്ങളും അതിന്റെ അവശിഷ്ടങ്ങളും ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഓക്സിജൻ പാർലറുകൾ വെച്ചിരിക്കുന്നത്. മനുഷ്യന് ശുദ്ധവായു പോലും ലഭ്യമാകാത്ത അവസ്ഥയിലേക്കാണ് പല സ്ഥലങ്ങളിലും ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി ജൈവമണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. അപ്പോൾ ജൈവമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ നിലനിൽക്കുന്ന ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ ജൈവമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ആ ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. ഇതിന്റെ എല്ലാം കൂടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ജൈവമണ്ഡലം, ജീവൻ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ CRT ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പാർട്ടിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, 1ാം സ്വാതന്ത്ര്യ സമരം, പിന്നെ അതിനുശേഷം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, അതിന്റെ പ്രവർത്തനങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ, പിന്നെ ലോകത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ലോക നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ പാഠത്തിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പഠിക്കുക. ഇത് ക്ലാസ് കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ പുസ്തകങ്ങളും കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ജനറലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ 7ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ പാർട്ട് ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.